നമസ്കാരം. ആരോഗ്യത്തിന് ഏറെ ഗുണമുള്ള ഹെംഹാർട്സ് വിത്ത് കൊണ്ട് എങ്ങനെ മിൽക്ക് പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കാമെന്നാണ് ഇന്നിവിടെ പറയുന്നത്. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ഒമേഗ 3, ഒമേഗ 6, ഒമേഗ 9 എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒന്നാണിത്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് സാറിനോട് ചോദിക്കാം. ഓക്കെ, ഇത് മനസ്സിലായി കാണുമല്ലോ. ഹെംപ് ഹാർട്സ് എന്ന് പറയും. പ്രകൃതിദത്തമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അത്ഭുത ജനസിൽപ്പെട്ടതാണ് ഹെംപ് ഹാർട്സ്. നേരത്തെ പറഞ്ഞില്ലേ, സാധാരണ ഈ പറഞ്ഞ ഒമേഗ 3 തന്നെ നമുക്ക് ലഭിക്കണമെങ്കിൽ സമുദ്ര ഉൽപ്പന്നമായ ചാള, മത്തി എന്നീ മാത്രമേ ഉള്ളൂ. വെജിറ്റേറിയൻസിന് അത് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് ആ ഒരു ബുദ്ധിമുട്ടൂടെ മാറിക്കിട്ടും. അതിൻ്റെ കുരുവിൻ്റെ ഷെല്ല് കളഞ്ഞതാണിത്. ഇതാണ് ശരിക്കും ഹെംപ് ഹാർട്സ് എന്നുള്ള രീതിയിൽ നാം അറിയപ്പെടുന്നത്. അതിൻ്റെ പരിപ്പാണ്, അതിൻ്റെ പരിപ്പ് ഹെംപ് ഹാർട്സ് എന്ന് പറയും. ഇത് സാധാരണ രീതിയിൽ കൂടെ എടുത്തിട്ട് മിക്സി എടുക്കുക. അതിൽ സ്പൂണ് വെച്ചിട്ട് അത് ആവശ്യത്തിന് ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് കണക്കാക്കി വേണം ഇത് വെക്കാൻ. ഓക്കെ, അത് മൊത്തത്തിൽ ഇടണമെന്നില്ല. ഇത് എത്ര പേർക്കുള്ളതാണ്? ഇതിപ്പം നമ്മളിപ്പോൾ 5 പേർക്കുള്ളതാണ്. 3 സ്പൂൺ. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം, ജസ്റ്റ് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം എടുത്ത് വെക്കും. സാർ, ഇത് കുട്ടികൾക്ക് കഴിക്കാമോ? എല്ലാവർക്കും കഴിക്കാം. ആബാലവൃദ്ധം ജനങ്ങൾക്ക്, അതല്ല ഇപ്പൊ പ്രസവിച്ച കുട്ടികൾക്ക് മുലപ്പാലിന് തത്തുല്യമായിട്ട്, മുലപ്പാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഇതിന്റെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, അപ്പൊ ഇതിന്റെ ദോഷങ്ങൾ എന്തെങ്കിലും? ദോഷങ്ങൾ ഒമേഗ 6 ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. എങ്കിലും അതിനെ റാറ്റിഫൈ ചെയ്തുകൊണ്ട് ഒമേഗ 9ഉം 3 ഉള്ളത് കാരണം ഗുണം കൂടുതലാണ്, ദോഷങ്ങൾ വളരെ കുറവാണ്. അതിപ്പോൾ നമ്മൾ എന്ത് സാധനം എടുത്തു കഴിഞ്ഞാലും അതിനൊക്കെ ചെറിയ ദോഷങ്ങൾ കാണും. പക്ഷെ ഗുണങ്ങൾ മുന്തിയതായത് കാരണം ആ ദോഷങ്ങൾ നമ്മളൊരു ദോഷമായിട്ട് കാണണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓൺ ചെയ്താണ്. കുറച്ചും കൂടി വെള്ളം ചെയ്യും. തുറന്നു ഇവിടെ നിന്നാൽ മതി. ഇത് ദിവസേന നമുക്ക് ഉപയോഗിക്കാം, ദിവസവും കഴിക്കാം. അതായത് പ്രകൃതിദത്തമായ ഒരു പൂർണ്ണ ആഹാരമായിട്ട് തന്നെ ഇതിനെ നമുക്കിപ്പം സോളിഡായിട്ടുള്ള ഫുഡ് കഴിക്കാനൊക്കെ പറ്റില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് വളരെയേറെ പ്രയോജനം ചെയ്യും. രണ്ട് മിനിറ്റ് എടുക്കണം. ഇതിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെയും കുടിക്കാം, പക്ഷെ മധുരം ചേർത്ത് കഴിക്കുന്നതാണ് ഒന്നുകൂടെ അഭികാമ്യം. അതുകൊണ്ട് ഒന്നുകിൽ തേൻ, നല്ല ഇത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ തന്നെ ബ്രാൻഡായ കാട്ടുതേനാണ്. ഈ തേൻ ആവശ്യാനുസരണം കുടിക്കാം. തേനോ ശർക്കരയോ ആണ് ഒന്നുകൂടെ അഭികാമ്യം. അല്ലെങ്കിൽ പനം കൽക്കണ്ടം കൊള്ളാം. വൈറ്റ് ഷുഗർ സാധാരണ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുൾ പ്രോട്ടീനാണ്, ബയോ പ്രോട്ടീനാണ്. മനസ്സിലായോ? മറ്റുള്ള ഏത് പ്രോട്ടീനും ഇപ്പൊ എൻറിച്ചഡ് ആയിട്ടുള്ള മീറ്റ് ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടി പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ചെയ്യുകയും നമ്മുടെ ശരീരത്തിൽ പൂർണ്ണ തോതിൽ ഇതിന്റെ സാംശീകരണം, അസിമിലേഷൻ നടക്കും. ജസ്റ്റ് ഒന്നും കൂടെ അതിൻ്റെ ആവശ്യമുള്ളൂ. ബ്ലെൻഡിങ് എന്ന് പറയും. ഇപ്പൊ ഇത് പൂർണ്ണമായിട്ടും ഇത് പാലായി കഴിഞ്ഞു. ഇത് നമ്മൾ വേറെ പാലൊന്നും അഡീഷണൽ ചേർക്കണ്ട. ഇത് തന്നെയാണ് നമ്മൾ പാലായിട്ട് കണ്ടില്ലേ? ഇതിന്റെ കളർ കണ്ടില്ലേ? ശുദ്ധമായ പാലിന്റെ, പശുവും പാലിന്റെ തന്നെ കളറല്ലേ? ഇത് എത്ര ആസ്വദിച്ച് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇന്റേണലായിട്ട് എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ ഇഞ്ചറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റാറ്റിഫൈ ചെയ്ത് കുഴിച്ചു പോകും.